ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരത്തോരനാണ്. ഇതിനാവശ്യമായിട്ടുള്ളത് പച്ചച്ചീര ഒരു 1/2 കിലോ, സവാള ഒരെണ്ണം, തേങ്ങ അരമുറി തേങ്ങ ചിരകിയെടുത്തത്, ഒരു മുട്ട. ആദ്യമായി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ആക്കുക. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞു നമുക്കിതിലേക്ക് സവാള ചേർക്കാം. പിന്നെ സവാള ഇല്ലെങ്കിൽ ഉള്ളി ആയാലും മതി. ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. അതിനുശേഷം തേങ്ങ ചേർക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചീര ചേർക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണത്. ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കുക. തീ സിമ്മിലിടണം. ഇത് നമ്മുടെ ചീരക്കറി അടിയിൽ പിടിക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കും. നമ്മൾ ആദ്യമേ എടുത്തു വെച്ച മുട്ട നന്നായി ക്രഷ് ചെയ്യുക. കോഴിമുട്ടയോ താറാവ് മുട്ടയോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, മുട്ട കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് ചീര കൊടുക്കുമ്പോൾ അതുവഴി കൊടുക്കാൻ പറ്റും. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. മുട്ട നന്നായി ചിക്കുക. നല്ല പൊടിയാക്കുക. അത് ഡ്രൈ ആകുമ്പോൾ നമുക്ക് മുട്ടയുടെ ചീരയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെറുതെ ചീര വയ്ക്കുമ്പോൾ ചിലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ ഒരു മുട്ടയും കൂടിയൊക്കെ ചേർത്ത് കൊടുത്താൽ ചീര നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കും. Thank you.